മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നത് 2024 മോഡൽ യമഹ R15 V4 ഡാർക്ക് നൈറ്റ് എഡിഷനാണ്. ഇതൊരു സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ മോട്ടോർ സൈക്കിളാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന 3 കളറുകളിൽ ഒന്നാണ്. ഇത് കൂടാതെ ഒരു മെജന്തയും ഒരു ബ്ലൂവും കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 230 റേഞ്ചാണ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ ഇതൊരു മാറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഈ മാറ്റ് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ വണ്ടിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ മോഡലിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്, കളർ സ്പെക്ക് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള സകല കാര്യങ്ങൾ ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വൈസറാണ്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫോൾഡബിൾ ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ മിറേഴ്സ് നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്. R15 ബാഡ്ജിങ്ങും അതിന് താഴെയുള്ള പീസിൽ ഗോൾഡൻ സ്റ്റിക്കർ വർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഡാർക്ക് നൈറ്റ് മോഡലിൽ മാത്രമാണ് ലഭിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്, LED ഡേ ടൈം ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറുതാണെങ്കിലും പക്ഷേ ദൂരെ നിന്നുള്ള അപ്പിയറൻസും ഇതിന് പ്രകാശവും വളരെ കൂടുതലാണ്. നല്ല ഭംഗിയായിട്ട് വണ്ടിയെ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബൈ ഫങ്ഷണൽ പ്രൊജക്ടർ LED ലൈറ്റ്സ് ആണ് നമ്മുടെ ഹെഡ്ലൈറ്റായിട്ട് ലഭിക്കുന്നത്. ബൈ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ 2 ഫംഗ്ഷൻ ഇത് ഒരുമിച്ച് ചെയ്തോളും. ഡിം ബ്രൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ ബൾബ് തന്നെ ചെയ്തോളും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫെയറിങ് എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതിൽ സ്റ്റിക്കർ വർക്ക് വരുന്നതെല്ലാം ഗോൾഡനും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ളതാണ്. ഫെയറിങ്ങിലും R15 വേർഷൻ 4.0 ഒരു ഗോൾഡൻ സ്റ്റിക്കറിങ് വന്നിട്ടുണ്ട്. അത് ഈ മോഡലിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള സ്റ്റിക്കറിങ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് പഴയ മോഡൽ ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഇപ്പോഴും ഹാലജൻ ബൾബ് യൂസ്വൽ ഇൻഡിക്കേറ്റർ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള USD അപ്സൈഡ് ഡൗൺ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഷോക്കപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 180/17 ട്യൂബ്ലെസ് ടയേഴ്സാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അതുപോലെ തന്നെ 282 mm ഡ്യുവൽ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള വെന്റിലേറ്റഡ് ഡിസ്ക് പ്ലേറ്റ്സ് ഉള്ള ഡിസ്ക് ബ്രേക്കും ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ മഡ് ഗാർഡ് എപ്പോഴും ഗ്ലോസി ബ്ലാക്ക് കളറാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്. നല്ല അടിപൊളി ഡിസൈൻ വരുന്ന ഒരു മാറ്റ് ഗോൾഡൻ ഫിനിഷിലുള്ള അടിപൊളി അലോയ് വീൽസാണ് നമുക്ക് ഈ മോഡലിൽ തരുന്നത്. 17 ഇഞ്ചാണ് അലോയ് വീൽസിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ R15 ഗോൾഡൻ ബാഡ്ജിങ് എല്ലാം വരും. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ്. അത്യാവശ്യം നല്ലൊരു സ്പോർട്സ് ബൈക്കിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കുന്നുണ്ട്. ടോട്ടൽ വീൽ ബേസ് 1325 mm മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് ആണ് കേട്ടോ. 11 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഫ്യൂവൽ ടാങ്കിനും ഡുവൽ ടോണാണ്, അതായത് മാറ്റ് ബ്ലാക്കിൻ്റെയും ഗ്ലോസി ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. യമഹ കണക്ട് ആപ്പ് വഴി ബ്ലൂടൂത്ത് വഴി നമുക്ക് വണ്ടിയായിട്ട് കണക്ട് ചെയ്തിടാം. E20 ഫ്യൂലും സപ്പോർട്ട് ചെയ്യുന്നൊരു വെഹിക്കിളാണിത്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ജനറേഷൻ 20% എത്തനോളുള്ള പെട്രോൾ നമുക്ക് ഇതിൽ ഉപയോഗിച്ച് സുഖമായിട്ട് ഓടിച്ചു നടക്കാവുന്നതാണ്. സ്വിച്ചസ് എല്ലാം തന്നെ ആ പഴയ മോഡൽ സ്വിച്ചസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഇടത്തെ സൈഡിൽ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ, ഹോൺ വരുമ്പോൾ വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്ലാസിക് ആയിട്ടുള്ള കീ. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ വലത്തെ സൈഡിൽ എൻജിൻ കിൽ സ്വിച്ചും ഹസാർഡ് ലൈറ്റിൻ്റെയും പിന്നെ താഴെ 2 കുഞ്ഞു സ്വിച്ച് കണ്ടോ, അത് മെനു എന്താ പറയുക മീറ്ററിൻ്റെ മെനു ഓപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മീറ്ററിൽ നമുക്ക് LED ഇൻഡിക്കേഷനായിട്ട് SMS, കോള്, എൻജിൻ മാൽ ഫങ്ഷൻ, പിന്നെ ന്യൂട്രൽ ലൈറ്റ്, ഡിം ബ്രൈറ്റ് എല്ലാം ലഭിക്കുമ്പോൾ ആ ഫുൾ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ വാഹനത്തിൻ്റെ ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, അതുപോലെ സ്പീഡോമീറ്റർ കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഡിജിറ്റൽ കൺസോളിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ സൈഡിലെ ഈ 2 സ്വിച്ചുകളാണ് ഇതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഡിജിറ്റലായിട്ടുള്ള കണക്ടിവിറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമുക്ക് SMS, കോളിൻ്റെ അലേർട്ട്, അതുപോലെ ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് എന്നുള്ള കാര്യങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജ്, മൊബൈലിൻ്റെ റേഞ്ചിൻ്റെ അളവ് എല്ലാം തന്നെ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് 2 ട്രാക്ക് മോഡ് വണ്ടിയിൽ അവൈലബിൾ ആണ്. സ്ട്രീറ്റ് മോഡും ഉണ്ട്, ട്രാക്ക് മോഡും ഉണ്ട്. അതുകൂടാതെ ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷനും ഈ മീറ്ററിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് മോഡ് ഇടുകയാണെങ്കിൽ 4 കാര്യങ്ങൾ കാണിക്കും. ആവറേജ് മൈലേജ്, ആവറേജ് സ്പീഡ്, പിന്നെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ, ബാറ്ററിയുടെ പവർ, ഇതെല്ലാം തന്നെ സ്ട്രീറ്റ് മോഡിൽ കാണിക്കും. ട്രാക്ക് മോഡാണെങ്കിൽ പ്യുവർ സ്പോർട്സ് കാര്യങ്ങളായിരിക്കും കാണിക്കാട്ടോ. ലാസ്റ്റ് ലാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല വീതിയുള്ള സൂപ്പർ സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റ്സാണ് നമ്മുടെ വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിയർ സീറ്റിനോട് ചേർന്ന് തന്നെയാണ് ഗ്രാബ് ഹാൻഡിൽ വരുന്നത്. ഈ ഗ്രാബ് ഹാൻഡിൽ വേണമെങ്കിൽ ഒരു എയറോഡൈനാമിക് ആയിട്ട് എയർ കട്ട് ചെയ്ത് പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഇതിപ്പോൾ R15 എല്ലാ മോഡലും ഈ സെയിം ടു സെയിം ഗ്രാബ് ഹാൻഡിൽ തന്നെയാണ് വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. സീറ്റിൻ്റെ കുഷനിങ്ങും പാഡിങ്ങും എല്ലാം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് സീറ്റ്. ഇരിക്കാനായിട്ട് നല്ല കുഷനിങ് നമുക്ക് കിട്ടും. ബാക്ക് സൈഡ് സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
പിന്നെ നമുക്ക് എടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സ്വിംഗ് ആമാണ്, അലൂമിനിയം സ്വിംഗ് ആമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെയിറ്റ് കുറവായിരിക്കും, അതായത് വണ്ടിക്ക് ആവശ്യമില്ലാത്ത വെയിറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞേക്കാണ്. പിന്നെ മോണോഷോക്ക് സസ്പെൻഷൻ വരുന്നുണ്ട് റിയർ സൈഡിൽ. അതിൻ്റെ ടെൻഷൻ നമുക്ക് 5 പോയിൻ്റ് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയിൻ കവർ വരുന്നത്, സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ബ്രേക്ക് ലൈറ്റ് ആയിക്കോട്ടെ, ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ആയിക്കോട്ടെ, ഫുൾ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടയർ ഹെഗർ വരുന്നുണ്ട്. ബാക്ക് സൈഡിലെ ടയർ അടിപൊളി ടയറാണ്, റേഡിയൽ ടയറാണ് ബാക്ക് സൈഡ് മാത്രം കിട്ടുന്നത്. 140/70/17 വീതി ഉള്ളതും ഉള്ളതുമായ അടിപൊളി ബിഗർ ടയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ടയറിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ കോർണറിങ്ങിനെല്ലാം അതിൻ്റെ ആ ഒരു എനർജി അബ്സോർബ് ചെയ്ത് ഈസി ആയിട്ട് നമ്മൾ വണ്ടി തിരിക്കാനും മറിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സ്ട്രോക്കാണ് വണ്ടിയുടെ എഞ്ചിൻ വരുന്നത്. ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 4 വാൽവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 155 cc ആണ്. പവർ 18.4 bhp വരും. ടോർക്ക് 14 Nm. ഏറ്റവും ടോപ്പ് സ്പീഡ് എന്ന് പറയാൻ 140 ആണ്. 0 to 100 തന്നെ നമുക്ക് ഒരു 10 സെക്കൻഡ് മാത്രം മതി. ഫുൾ മാറ്റ് ബ്ലാക്കും ഗ്ലോസി ബ്ലാക്കും മിക്സർ വരുന്ന ഈ ഡാർക്ക് നൈറ്റ് എഡിഷനിൽ ക്വിക്ക് ഷിഫ്റ്റർ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യമഹ ഷോറൂമിൽ തന്നെ അഡീഷണൽ ആക്സസറി ആയിട്ട് അത് ഫിറ്റ് ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5000 രൂപ അടുത്താണ് 2 വണ്ടിയായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഓൺ റോഡ് വരുന്നത് ഏകദേശം ഒരു 229 ആണ്. 229,500 വണ്ടിക്ക് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്ത് പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് വാഹനത്തിന് ട്രാക്ഷൻ കൺട്രോൾ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞുതരാം. വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആവശ്യമില്ല വീല് സ്ലിപ്പാവില്ല, കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്ത് സേഫായിട്ട് നിർത്താൻ സഹായിക്കുന്നതാണ്. അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, അതായത് ക്ലച്ച് ഭയങ്കര ലൈറ്റ് ആയിരിക്കും വണ്ടിയുടെ. പിന്നെ അത് കൂടാതെ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്ക് വീലിനൊരു പിടുത്തം വരില്ലേ, ആ സംഭവം ഇതിലുണ്ടാവില്ല. ക്ലച്ച് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സ്ലിപ്പ് ചെയ്തിട്ട് ബാക്ക് വീലിന് പിടുത്തം വരാതെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വേരിയബിൾ വാൽവ് വിത്ത് ആക്ച്വേഷൻ, അതാണ് VVT എന്ന ടെക്നോളജി വരുന്നത്. അത് വെച്ചാൽ 2 വാൽവ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 7000 RPM വാൽവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കൊടുക്കും. അപ്പോൾ എല്ലാ ടോർക്ക് റേഞ്ചിലും എല്ലാ റെവിലും സെയിം ടു സെയിം ടോർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ക്വിക്ക് ഷിഫ്റ്റർ ഓൾറെഡി വരുന്നുണ്ട്. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും നേരത്തെ മാത്രം ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഗിയർ ഇടാനായിട്ട് ക്ലച്ച് പിടിക്കാതെ കൊണ്ടു നടക്കാം. ഡ്യുവൽ ചാനൽ ABS ഫീച്ചർ വരുന്നുണ്ട്. ആൻറ്റി-ലോക്ക് ബ്രേക്ക് സിസ്റ്റം നിങ്ങൾക്കറിയാലോ. വീല് ബ്രേക്ക് പിടിക്കുമ്പോൾ വീല് സ്റ്റക്കായി നിൽക്കില്ല, വീല് കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ സെക്കൻഡിൽ ഏകദേശം 36 റെവല്യൂഷനൊക്കെ മേളിലൊക്കെയാണ് കറങ്ങുന്നത്. വണ്ടി ഒരിക്കലും സ്കിഡായി പോകാതെ പക്കയായിട്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കംഫർട്ടിനായിട്ട് അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നുണ്ട്, വൈഡർ ടയർ വരുന്നുണ്ട്, പിന്നെ എൻജിൻ സൈഡ് സ്റ്റാൻഡ്, വാർണിംഗ് ലൈറ്റ്സ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ മോഡലിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ വണ്ടീനെ ഇത്രയും പോപ്പുലർ ആക്കി നമ്മളെല്ലാവരും എടുത്ത് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നത് വേറെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ കംഫർട്ടും പവറാണ്. നമുക്ക് എല്ലാ റേഞ്ചിലും, ഇപ്പോൾ ലോവസ്റ്റ് ഗിയർ ടു ഹയസ്റ്റ് ഗിയറിൽ നമുക്ക് ആ പവർ പക്കയായിട്ട് ഫീൽ ചെയ്ത് ഓടിച്ച് നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു തരി വൈബ്രേഷൻ ഇല്ല. ഹൈലി എഫക്റ്റീവാണ്. വളരെ ആസ്വദിച്ച് വണ്ടി ഓടിച്ച് നടക്കാവുന്നതാണ്. സ്പീഡ് കയറുന്നതൊന്നും നമുക്ക് ഒട്ടും അറിയാൻ പറ്റില്ല. സൂപ്പറായിട്ട് നമുക്ക് ഒത്തിരി പ്ലഷർ തരുന്നൊരു വണ്ടിയാണ് വണ്ടി ഓടിക്കുമ്പോൾ. അപ്പം നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങളൊരു 70% മേലുള്ള ആൾക്കാരും ഈ വണ്ടി ഓടിച്ച് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തന്നെ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണം. അതുകൂടാതെ മറ്റേതെങ്കിലും വാഹനങ്ങളിൽ ഇതുപോലത്തെ വീഡിയോസ് എടുക്കാൻ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി നോർമൽ വേർഷൻ്റെയും R15M വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.